സാറേ, തമിഴ്നാട്ടിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തമിഴ്നാട്ടിൽ ഒരു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റിയ ശേഷം ആ കുട്ടിയുടെ ശരീരത്തിൽ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും, വളരെ പ്രധാനമായി പെൺകുട്ടികളാണ് മനസ്സിലാക്കേണ്ടത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്നേഹവും കരുതലും ഒക്കെ കൂടുതൽ കിട്ടുന്നത് തോന്നുമ്പോൾ അവർ മതവും ജാതിയും നോക്കാതെ പലപ്പോഴും പോകാറുണ്ട്. പ്രണയം എന്നൊക്കെ പറയുമ്പോൾ പ്രണയം നല്ലതാണ്, പ്രണയത്തിനെതിരെ നമുക്ക് വർത്തമാനം പറഞ്ഞത് ശരിയല്ല. അപ്പോൾ മറ്റൊരാളിനോട് ഇപ്പോൾ പിന്നെ പ്രകൃതി വിഭവങ്ങളോട് പോലെ പ്രകൃതിയിലെ വസ്തുക്കളോടും ആളുകൾക്ക് പ്രണയമുണ്ട്. പുഷ്പത്തിനോട് പ്രണയം, അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളോടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമാണ് ലോകത്തെ പിടിച്ചു നിർത്തുന്ന ഒരു ഇതാണ് ഒരു വികാരം. അപ്പോൾ പ്രണയത്തിനെതിരെ നമുക്ക് വർത്തമാനം പറഞ്ഞത് ശരിയല്ല. പക്ഷേ പെൺകുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആൺകുട്ടികളും അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ചതിയുടെ കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. പണത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ. ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഈ സംഭവം ഉണ്ടായി. ഈ ചെയ്തവർക്ക് മതം മാറ്റിക്കുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് കൊല്ലുന്നതിന് പെൺകുട്ടികൾ കൂടി പങ്കെടുക്കുന്നു, വിഷം കുത്തിവെക്കുന്നു. അപ്പോൾ ഇതെല്ലാം പണത്തിൻ്റെ ശക്തികളായിരിക്കും. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ചെയ്തുള്ള ക്രൂരത. കേരളത്തിൽ ഉൾപ്പെടെ നാം ഇത് കേട്ടിട്ടുണ്ടല്ലേ, മതം മാറ്റി. ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ശരി തെറ്റുകൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള നമ്മൾ, പക്ഷെ നമ്മൾ കേൾക്കാനൊരു അവസരം വരുന്നില്ലേ? പണ്ട് ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. എൻ്റെ കുഞ്ഞുനാളിലും ഞാൻ ചെറിയായിരുന്ന സമയത്തും എൻ്റെ നാട്ടിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ തമ്മിലൊക്കെ ധാരാളം മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ട്. ക്രിസ്ത്യാനി മുസ്ലിം പ്രണയ വിവാഹങ്ങളാണ്, ഉദാത്തമായ പ്രണയ വിവാഹങ്ങളാണ്. എൻ്റെ നാട്ടിൽ തന്നെ എന്നെക്കാൾ സീനിയറായിട്ടുള്ള വക്കീൽ, ഇപ്പോൾ അതേ വക്കീലാണ്, അദ്ദേഹം ഹിന്ദുവാണ്, മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ, അവർ മിശ്രിത വിവാഹമായിരുന്നു, മകൻ ഹിന്ദുവാണോ മുസ്ലിമാണോ നമുക്ക് പറയാൻ പറ്റില്ല, കാര്യം അച്ഛനും അമ്മയും 2 മകൻ, വേറെ മുസ്ലിം പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. അപ്പം പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാന്ന് വിവാഹം കഴിച്ചു. പ്രണയം എന്നുള്ള ഉദാത്തമായ ഒരു ഇതാണ് മറ്റൊരു. പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്രണയം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പ്രണയം നടിച്ച്, സ്നേഹം നടിച്ച് കൊണ്ടുപോയി ശരീരം ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരം ഉപയോഗിച്ച്, പണം എടുക്കുകയാണെങ്കിൽ പണം പിടിച്ചു വാങ്ങി, പിന്നെ മയക്കുമരുന്ന് കുത്തിവെച്ച്, പല രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള വിഷം കുത്തിവെച്ചൊക്കെ കൊല്ലുകയാണ്. ഇത് ഭയങ്കര ക്രൂരതയാണ്. ഇതിനകത്ത് വലിയ ലോബികളുണ്ട് കേട്ടോ, വലിയ ടീമുണ്ട്. ആ ടീമിൽ പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, അമ്മമാരുണ്ട്, വലിയ ടീമുണ്ട് ഇതിനകത്ത്. പണത്തിൻ്റെ ടീമുകളാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്, മയക്കുമരുന്നിൻ്റെ ടീമുകളാണ്. കുറേ സ്ഥലത്ത് മതത്തിൻ്റെ ചില ഇടപാടുകളുമുണ്ട്. മതത്തിലേക്ക് മാറ്റുകയാണ് ആളിനെ കൊണ്ടുപോയി. മതം മാറ്റിയാലേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയും. ആദ്യം സ്നേഹിക്കും വളരെ സൗഹൃദപരമായിരിക്കും. കുറച്ച് കഴിഞ്ഞ് പറയും നീ മതം മാറണം. ശരി, മതം മാറും. മതം മാറിക്കഴിയുമ്പോഴോ പിന്നെ കൊല്ലുക, വിദേശത്തേക്ക് കടത്തിവിടുക. വളരെ ഗുരുതരമായ ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രണയിച്ചോളൂ. ഇപ്പോൾ കുട്ടികളൊക്കെ ചെറിയ കോളേജിലൊക്കെ പഠിക്കും, പ്രണയം തോന്നിയാലും അവധി കൊടുക്കണം പ്രണയത്തിന്. നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനൊരു അവസരം വന്ന്, ഒരു സാമ്പത്തിക മെച്യൂരിറ്റിയൊക്കെ വന്ന്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി വിവാഹം കഴിച്ചാൽ മതിയല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, 9 വർഷമായിട്ട് അവർ പ്രണയിക്കുകയാണ്. ഉദാത്തമായ പ്രണയമാണ്, 9 വർഷം കൊണ്ട് അവർ പ്രണയിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ ഈയിടയ്ക്കൊരു ദമ്പതികൾ മരിച്ചല്ലോ, മറ്റേ കാർ ആക്സിഡൻറ്റിൽ മരിച്ചില്ലേ, അവരെത്ര വർഷം പ്രണയിച്ചതാണ്? ബന്ധുക്കളായിട്ട് പോലും 8-9 വർഷം പ്രണയിച്ചിരുന്നു. പ്രണയിക്കുന്ന തെറ്റല്ല, പക്ഷേ ചതികൾ വളരെ ഗൗരവമായി നടക്കുന്നു. വ്യാപകമായ കേരളത്തിലും ധാരാളം വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മൾ ചതിച്ചുകൊണ്ട് പോകും. പിന്നെ ഇപ്പം നമ്മൾ വേറെ പയ്യനെ കൊന്നല്ലോ ഇവിടെ, ഒരു പെൺകുട്ടി പ്രണയം പറഞ്ഞിട്ട് ഗ്രീഷ്മ, അത് ആ പെൺകുട്ടിയല്ലേ ചെയ്തത്. പിന്നെ ഇത് കലക്കി കൊടുത്തിട്ട്, വിഷം കലക്കി കൊടുത്ത് കൊന്നു. അപ്പം ഇത് നടക്കുകയാണ്. അപ്പോൾ നൈമിഷികമായ വികാരങ്ങൾ ഇടപെട്ട് എന്ത് ചെയ്യരുത്? പ്രണയത്തിൻ്റെ പിറകെ പോകരുത്. നമുക്കൊരു ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവരുടെ വർത്തമാനമോ പ്രസംഗമോ ക്ലാസ്സോ, അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റിയോ, അവരുടെ പണമോ, അവരുടെ കാറോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നും. അട്രാക്ഷൻ ഉടനെ തന്നെ അങ്ങ് പ്രണയമായി, ലൈനായി, തേച്ച് ഒട്ടിച്ചെന്ന് പറഞ്ഞ് നടക്കാതെ അത് പക്വതയോട് തീരുമാനിക്കണം കുട്ടികൾ. എൻ്റെ പാർട്ട്ണർ ആവേണ്ട ആളാണോ? അതിനുള്ള സംവിധാനം ഉണ്ടോ? എൻ്റെ വീട്ടുകാരൻ എങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുക? ഇനി വീട്ടുകാരെ എതിർത്തുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക? ഇതെല്ലാം ആലോചിച്ച് പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കണം. പക്ഷെ പലപ്പോഴും പക്വതയുള്ള തീരുമാനങ്ങളല്ല പെൺകുട്ടികൾ എടുക്കുന്നത്, ആൺകുട്ടികൾ എടുക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഇതിനെന്താ ഉത്തരവാദിത്തം നമുക്ക് പറയാനുള്ളത്? പെൺകുട്ടി തന്നെ മരിച്ചില്ലേ? ഇനി പെൺകുട്ടിയെ കൊന്നതിന് മുമ്പ് പെൺകുട്ടിയെ റേപ്പ് ചെയ്തിട്ടുണ്ടോ? കേസുകൾ വരാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? പെൺകുട്ടിയുടെ ഇതിൽ 2 സുഹൃത്തുക്കൾ, വനിതാ സുഹൃത്തുക്കൾ, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. പെൺകുട്ടികൾ കൂടി ഇതിനകത്ത് പെട്ടിരിക്കുന്നു. അപ്പോൾ അത് പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറയുന്നത് യാതൊരു ബന്ധങ്ങളുമില്ലാതെ പണത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി, മയക്കുമരുന്നിന് വേണ്ടിയിട്ടൊക്കെ
മനുഷ്യർ തമ്മിൽ യാതൊരു സുഹൃത്തുക്കളായ ബന്ധമില്ലാതെയാണ് പോകുന്നത്. സുൽത്താനെയും ആർ മോനിഷയുമാണ് അറസ്റ്റിലായത്. അതോടൊപ്പം ഇതിലെ പ്രതി അബ്ദുൾ അസീസാണ്. ഈ പ്രതിയുടെ വയസ്സ് 22 വയസ്സ്, സുൽത്താനയ്ക്ക് 22, മോനിഷയ്ക്ക് 21. എങ്ങനെയാണ് ഇവരുടെ ചെറിയ പ്രായത്തിലെ കുട്ടികളാണ്. 21-22 വയസ്സെന്ന് പറഞ്ഞാൽ PGക്ക് പഠിക്കുന്ന പ്രായം, അല്ലെങ്കിൽ ജസ്റ്റ് PG കഴിയുന്ന പ്രായമാവുന്നുള്ളൂ. അപ്പോൾ ജീവിതത്തിലേക്ക് അവരങ്ങോട്ട് എടുത്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിനിടയിൽ ഇത്രയും വക്രബുദ്ധികൾ കുട്ടികൾ മനസ്സിൽ വന്ന് ഒരാളിനെ കൊന്ന് പ്രണയിച്ച് കൊണ്ടുവന്ന് മതം മാറ്റി കൊല്ലണമെങ്കിൽ 3 ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളിനെ പ്രണയിക്കുന്നു, അത് തന്നെ ഒരു ക്രൈമല്ലേ, ചതിയല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ മതം മാറ്റിക്കുന്നു, അടുത്ത ക്രൈം. നിർബന്ധിതമായിരിക്കുമല്ലോ, കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞായിരിക്കും മാറ്റി, ചില സ്വാഭാവിക മാറ്റമല്ലല്ലോ, അതും ക്രൈമാണ്. 3ാമത് കൊന്നിരിക്കുന്നു, അതും ക്രൈമാണ്. ഈ 3 ക്രൈമും ചെയ്തിരിക്കുന്നത് ആരാ? സുഹൃത്തുക്കൾ കൂടിയാണ്. അല്ല, അതുകൊണ്ടായിരിക്കും എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇത്തരം നിർബന്ധിത മതപരിവർത്തനങ്ങൾക്കെതിരെ നിരന്തരം നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെല്ലാം ഒരു അടിസ്ഥാനമുണ്ടോ? അപ്പോൾ നിയമം വരേണ്ടി വരും. നമ്മൾ ഓരോ കാര്യം മുമ്പോട്ട് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ അതിനെ പ്രിക്കോഷൻ നടത്താൻ വേണ്ടി നമ്മൾ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രകൃതിയിലും അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ സുനാമി വന്നപ്പോഴാണ് പ്രകൃതി ദുരന്ത നിയമം ഉണ്ടായത്. അങ്ങനെയല്ലേ നമുക്ക് പറ്റുന്നത്. വെടിക്കെട്ട്, വ്യാപകമായ വെടിക്കെട്ടിൽ ആൾ മരിക്കാതിരുന്നപ്പോൾ വെടിക്കെട്ടിനെതിരെ ഒരു പ്രതിരോധം ഇല്ലായിരുന്നല്ലോ. ആന എഴുന്നള്ളത്ത് പണ്ടുകൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ആന എഴുന്നള്ളത്ത് നിരോധിക്കണമെന്നുള്ള വാർത്ത വന്നത്. കാരണം കാലം മാറിയപ്പോൾ, കാലാവസ്ഥയൊക്കെ മാറി ആനയ്ക്കും നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നു, പുതിയ സാഹചര്യമായല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. കാലം മാറി. പക്ഷേ ഈ കാലഘട്ടത്തിൽ പണ്ട് ഇതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ വളരെ ക്രൂരതയായി കാര്യങ്ങൾ ചെയ്യുന്നു. യാതൊരു തത്വദീക്ഷയുമില്ല. കുറച്ച് പണം കിട്ടുമെന്ന് പറഞ്ഞാൽ ആരെയും ഒറ്റ കൊടുക്കുന്നു. അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലാണെങ്കിലും ഇങ്ങനെ ഇതെല്ലാം തെറ്റെല്ലാം ചെയ്യുന്നു. എന്ത് തെറ്റ് ചെയ്യാൻ ഏതെങ്കിലും മതം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ചെയ്യുന്നു. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ അടിമയാവുന്നു. ഇവരെല്ലാം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്തൊക്കെ മദ്യം ഉപയോഗിക്കുന്നവരാണ്, എന്തൊക്കെ ഉപയോഗിക്കുന്നവരാണ്? പണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് മോട്ടിവേഷൻ? കൊന്നു കളയുമ്പോൾ അതിനൊരു മോട്ടിവേഷൻ വേണ്ടേ? നമ്മുടെ വെഞ്ഞാറമൂട് തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്. ഇതുവരെ കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. എല്ലാവരും പറയുന്നത് സാമ്പത്തിക പ്രതിഫലം. പക്ഷെ അച്ഛൻ പറയുന്നു അല്ല എന്ന് പറയുന്നത്. അച്ഛൻ പറയുന്നത് മാമത്തെ അല്ല. അമ്മ മനസ്സ് പറഞ്ഞിട്ടില്ല. മോൻ ചെറുക്കൻ മനസ്സ് തുറക്കുന്നില്ല. അവനെ ഇതിൻ്റെ ഇടയ്ക്ക് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. അവനെ ബാത്റൂമിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ചാടാൻ ശ്രമിക്കുന്നു, ആത്മഹത്യ ശ്രമിക്കുന്നു. വലിയ ദുരൂഹതയല്ലേ? അപ്പോൾ ഇത് വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, പെണ്ണിൻ്റെ പേരിൽ, ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നിൻ്റെ പേരിലൊക്കെ വളരെ ഗുരുതരമായ സാമൂഹ്യ ബന്ധങ്ങളില്ലായ്മ ആകുന്ന പ്രതിസന്ധികൾ ഇപ്പോൾ നമുക്ക് വളരെ അടുത്തല്ലേ. കോയമ്പത്തൂർ എന്ന് പറയുന്ന വളരെ കേരളത്തെ സംബന്ധിച്ച് വളരെ ദൂരമല്ലല്ലോ. കേരളത്തിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടും അല്ലാതെയൊക്കെ. ലവ് ജിഹാദിൻ്റെ മെരിറ്റിലേക്കും ഡിമെരിറ്റിലേക്കും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ കേൾക്കുന്നു നമ്മുടെ മുന്നിൽ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ വരുന്നു. അതിൽപ്പെട്ടവർ ഇപ്പോൾ സിറിയയിൽ ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഒക്കെ കൊണ്ടുപോകുന്നു. പല സ്ഥലത്തും കൊണ്ടുപോകുന്നു. പെൺകുട്ടികളിൽ നിന്ന് ഇത് പലർക്കും കൊണ്ട് കാഴ്ചവെക്കുന്നു. കേവല ശരീരമായി മാത്രം പെൺകുട്ടികളെ കാണുമ്പോൾ അവരെ കൊണ്ട് പലർക്കും കാഴ്ചവെക്കുന്നു. അവരെ നിന്ന് പൈസ മേടിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ ഇതെല്ലാം ഈ ഭൂമിയിൽ കാണുമ്പോൾ സത്യത്തിൽ നമ്മൾക്കൊരു വേറൊരു ലോകത്ത്, നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ തന്ന ഈ ലോകത്ത് എത്ര മനോഹരമായി ഇത്തരം പ്രശ്നങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ലോകമാണ്. ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ പൊതുസമൂഹവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം മൗനം തുടരുന്നത്? അതെന്ന് പറഞ്ഞാൽ ഈ ആഗോളവൽക്കരണം വരുന്നതിന് ശേഷം പൊതുസമൂഹം എന്ന് പറയുന്നത് ഇല്ല. ഇപ്പോൾ എല്ലാവർക്കും എന്ത് കാര്യം? സ്വന്തം കാര്യം. സ്വന്തം മക്കൾക്ക് വരുമ്പോൾ വേദന വരും, സ്വന്തമായിട്ട് വരുമ്പോൾ വേദന വരും. മറ്റൊരാളുടെ വേദന എടുക്കുന്ന സമൂഹമല്ല ഇപ്പോൾ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നാട്ടിൽ ഇപ്പം ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ നെൽസൺ മണ്ടേലയെ അറസ്റ്റ് ചെയ്തിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലും നാട്ടിലുമൊക്കെ, നാട്ടിൻപുറത്തും കോളേജിലുമൊക്കെ സമരം വിളിക്കും. ആരും പറഞ്ഞിട്ടല്ല, ഫ്രീ മണ്ടേല എന്നൊക്കെ പറഞ്ഞിട്ട്. മണ്ടേലയെ വിടുക. ഇപ്പം ആരെങ്കിലും വിളിക്കുമോ? ലോകത്ത് ഒരുപാട് ആളുകൾ സ്വാതന്ത്ര്യ ദാഹികളുണ്ട്. എത്രയോ പേര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഇവിടെ വിളിക്കുന്നുണ്ട്, മുദ്രാവാക്യം കൊണ്ട് വിളിക്കുന്നുണ്ട്. നമ്മളിവിടെ സമരങ്ങളെയും ചാപ്പ കുത്തും. പണ്ട് സമരങ്ങളെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. നമ്മൾ സമരങ്ങളെ തള്ളിപ്പറയൂല. ഈ സമരങ്ങൾ സംഘടിപ്പിച്ച CPM തന്നെ അതിൽ നിന്ന് ഇപ്പോൾ പറയുന്നു, ഇപ്പോൾ തള്ളിപ്പറയല്ലേ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് താല്പര്യമില്ലാത്തൊരു സമരം ചെയ്താൽ നമ്മൾ മിണ്ടാതിരിക്കും. എന്തെങ്കിലും ആയിക്കോട്ടെ. തൊഴിലാളി വർഗ്ഗ ബോധമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഇപ്പം നമ്മൾ ഒന്നുകിൽ സ്നേഹിച്ച് കൊല്ലുക, അല്ലെങ്കിൽ എതിർത്ത് കൊല്ലുക, അതിനകത്തൊരു സുഖം കണ്ടെത്തുക. അപ്പോൾ പ്രണയം എന്നൊക്കെ പറയുന്നതിൻ്റെ ഉദാത്തമായ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സങ്കല്പമാണ്. നമ്മുടെ കുട്ടികൾ അത് പഠിക്കണം. അത് തോണ്ടലും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിപ്പറിക്കലും 4 ദിവസം കഴിയുമ്പോൾ സെക്സ് ചെയ്യലും കാമം തീർക്കലും അല്ല പ്രണയം. വളരെ വലിയ ഉദാത്തമായ, ആ വാക്കേ അതിനുള്ളൂ അങ്ങനെ പറയാം, ഉദാത്തമായ, പവിത്രമായ, മനോഹരമായ സൗന്ദര്യം നൽകുന്ന ഒന്നാണ് പ്രണയം. അത് പ്രണയിച്ച് അങ്ങനെ പ്രണയിച്ച് നോക്കിയവർക്കേ അത് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ പറയുന്നതെല്ലാം കാമം,
ദാഹം, മോഹം, പൈസ, ശരീരം, മയക്കുമരുന്ന്, മതം, ഇതിനു വേണ്ടി ചെയ്യുന്ന ഉടായ്പകളാണ്. അത് നമുക്കൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ